ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് ചോദിച്ചറിഞ്ഞത്. അതേസമയം VSSCയിലെ ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. നടക്കുന്നത് അതിസങ്കീർണ പരിശോധനകളാണ് എന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന സാഹചര്യം SITക്ക് വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കിയത്. പക്ഷേ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ യഥാർത്ഥ പാളികൾ തിരികെ എത്തിയോ എന്നതിൽ ശാസ്ത്രജ്ഞരുടെ മൊഴിയല്ലാതെ മറ്റു ശാസ്ത്രീയ തെളിവുകളിൽ വ്യക്തതയില്ല. ഇതോടെയാണ് വീണ്ടും പാളികൾ പരിശോധിക്കാനുള്ള നീക്കം. കൂടുതൽ സാമ്പിളുകൾ VSSCക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സാമ്പിളുകളുടെ പരിശോധന പൂർത്തിയായിട്ടില്ല. പാളികളുടെ സാമ്പിളുകളുടെ ഡീകോഡിംഗ് തുടരുന്നെന്നാണ് SIT കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. നടക്കുന്നത് അതിസങ്കീർണമായ പരിശോധനകളാണ്. പാളികളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അതീവ ശ്രമകരമെന്നും വിശദീകരണമുണ്ട്. VSSCയുടെ അന്തിമ റിപ്പോർട്ട് ലഭിക്കും വരെ കുറ്റപത്രം തയ്യാറാക്കുന്നത് വൈകും. ഇതിനിടെയാണ് നടൻ ജയറാമിനെ SIT ചോദ്യം ചെയ്തത്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി. പോറ്റിയെ വിശ്വാസമായിരുന്നു. സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ല. കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ പൂജിച്ചപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തിരുന്നു. വാതിൽപ്പാളികൾ കോട്ടയം ഇളമ്പള്ളി ക്ഷേത്രത്തിലെത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തു. സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ലെന്നും ജയറാം വ്യക്തമാക്കി. അതേസമയം സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയറാമിനെ സാക്ഷിയാക്കിയേക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.